കാരണം കാലം വെളുത്ത് ഒരു വിവരവും അറിയാത്തൊരു പ്രൊഫസറാണത്. കാലം വെളുത്ത് ഒരു വിവരവും അദ്ദേഹത്തിന് അറിയില്ല. ഒരു വക ചരിത്രബോധം ഒന്നുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പാർട്ടി റിപ്പോർട്ടിംഗ് പറയാനല്ല ഒരു ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് പാർട്ടി മുടിഞ്ഞ് അതിന്റെ ആത്മനാശത്തിലേക്കുള്ള യാത്രയിൽ, അതിന്റെ ആത്മീയ യാത്രയിലേക്ക് നാശത്തിന്റെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ തവിട് പൊടിയലാവൾ ആ നശിപ്പിച്ചതിന് അവരക്കാരനാരാണ്? അവരക്കാരൻ കേരള റെസ്ക്യൂ ആയിരിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇതാണ് എന്റെ പോയിന്റ്. കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. കൗണ്ടർ ചെയ്യും. സങ്കടവും വേദനയും എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. ബിക്കോസ് യു ആർ നോട്ട് എ ഫൈറ്റർ. നിങ്ങൾ ഫൈറ്റർ അല്ല. മേലാങ്ങാതെ ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. രാജ് പറഞ്ഞിരുന്ന ഒറ്റ കാര്യം, ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. പിണറായി പറയുന്നത് അത് തന്നെയാണ്. അതുപോലെ ഇപ്പോൾ ഡോക്ടർ ജയരാജൻ പറയുന്നു ഇത് അവിടെ മാത്രം കാണുന്ന ഒരു പ്രത്യേക സ്വഭാവം അല്ലെങ്കിൽ സവിശേഷതയാണ്, പാർട്ടിയുടെ സവിശേഷതയാണ് എന്നാണ് പറയുന്നത്. നേരുന്നറിയോടെ ജീവിക്കണം എന്ന് ഞാൻ ഉപദേശിക്കുന്നില്ല. അല്ല, പിന്നെ അദ്ദേഹം പറഞ്ഞ സംഭവത്തിനോടൊന്നും ഞാനൊരു സംഭവം പരാമർശിക്കുന്നു പോലെ അത് പരാമർശിക്കപ്പെടുകയോ പരിഗണനാർഹമായ വിഷയങ്ങളും അല്ല. കാരണം കാലം വെളുത്ത് ഒരു വിവരവും അറിയാത്തൊരു പ്രൊഫസറാണത്. കാലം വെളുത്ത് ഒരു വിവരവും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇപ്പോഴും ഏതോ ലോകത്തിരുന്നുകൊണ്ട് എന്തിനാമോ ഇതേപോലെ ഇങ്ങനെ ക്ഷീരവല ആവർത്തനം 101 പറഞ്ഞ പോലെ പറയാണ്. തിരിച്ചറിയേണ്ടതൊരു വിഷയം, ഈ പാർട്ടിക്കകത്ത് പരസ്യമായിട്ട് ഇങ്ങനെ ഇപ്പോഴല്ല ഇത് വന്നത്. ഇതിനേക്കാൾ ഗംഭീരമായി വന്നിരിക്കുന്ന സംഭവം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നെ മിസ്റ്റർ ജയരാജൻ അറിയാവുന്ന എനിക്കറിയില്ല. സഖാ പുത്തനത്തുകാരാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കുന്ന സഖാ പുത്തനത്തുകാരാണ്. പെരുവഴിയിൽ തടഞ്ഞിരിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അറിയാമോ നിങ്ങൾക്ക്? ആ തടഞ്ഞ സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ? അത് പെരളശ്ശേരിയിലെ 3 വരിയാന്ന് പറയുന്ന AKGയുടെ വീട്ടിനടുത്താണ് തടഞ്ഞത്. അറിയാമോ നിങ്ങൾക്ക്? ഒരു വക ചരിത്രബോധം ഒന്നുമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന പാർട്ടി റിപ്പോർട്ടിംഗ് പറയാനല്ല ഒരു ഡിബേറ്റിനകത്ത് പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണെന്നറിയോ? നിങ്ങളെ ഈ പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും ആധികാരികമായി ശരിയാണെന്ന് സ്ഥിരീകരിക്കുകയാണ്. നിങ്ങൾക്ക് ആരാണ് അതിന് അവകാശം തന്നിട്ടുള്ളത്? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. ഈ രാജസ്ഥാനത്തിരിക്കുന്ന സ്ത്രീകൾ അവർ വിഡ്ഢികളാണോ? ആരെങ്കിലും പപ്പറ്റാണോ അവർ നാളെ പാർട്ടിയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നല്ല ബലി കൊടുക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവരാണ് അവരാണ് പോരാളികൾ എന്ന് പറയുന്നത്. അതിന്റെ സങ്കടവും വേദനയും എന്താണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. ബിക്കോസ് യു ആർ നോട്ട് എ ഫൈറ്റർ. നിങ്ങൾ ഫൈറ്റർ അല്ല. നിങ്ങളുടെ പാർട്ടിക്കാരനുമല്ല. ശരിക്കും നിങ്ങളുടെ പാർട്ടി നിൽക്കുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ എല്ലാവിധ പ്രൊഫഷണൽ സംഭവവും കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ പാർട്ടിയിൽ നിന്ന് കിട്ടാവുന്ന എന്തെങ്കിലും വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. അത് നിങ്ങളെ മോഹിപ്പിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പാർട്ടിക്കകത്ത് ഒരു കേഡർ നിൽക്കുന്ന അങ്ങനെയല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുമ്പോൾ വൈകാരികമായിട്ട് ഞാൻ പറയുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കേരള റെസ്ക്യൂ ആണ് ഈ മനുഷ്യൻ. കേരള റെസ്ക്യൂ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ. ഞാൻ പറയട്ടെ, പ്രാക്കുളം ഈ പറയുന്ന പ്രാക്കുളത്തെ ലോക്കൽ കമ്മിറ്റികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്തായിരുന്നു മിസ്റ്റർ ജയരാജ്? ആ ലോക്കൽ കമ്മിറ്റികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്താണ്? മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മരുമകനും മുഖ്യമന്ത്രി മകൾക്കുമെതിരായി നടന്നിരിക്കുന്ന അടിക്ക് സമാനമായ സംഭവം നടന്നില്ലേ ആ ലോക്കൽ കമ്മിറ്റിക്കകത്ത്? ബേബിയുടെ സ്വന്തം ലോക്കൽ കമ്മിറ്റിക്കകത്ത് നടന്നില്ലേ? നിങ്ങളിത് ലോകകാര്യമൊന്നും അറിയില്ല എന്നാണ് നിങ്ങൾ. 10 ലോക്കൽ സമ്മേളനങ്ങൾക്കകത്ത് 6 എണ്ണത്തിൽ അടിയാണ് നടന്നത്. അവിടെ 6 എണ്ണത്തിൽ അടിയാണ് നടന്നത്. ഞാൻ നേരത്തെ ഉന്നയിച്ചൊരു വിഷയം ഉണ്ടല്ലോ, ഈ പറയുന്ന കരുനാഗപ്പള്ളിയിലെ ബാറിന്റെ വിഷയം. നിങ്ങൾക്കത് അറിയില്ലേ? കൊല്ലം ടൗണിനകത്തെ ബാറിന്റെ വിഷയം നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ആര്യങ്കാവ് തെന്മല ഭാഗത്ത് വരാവുന്ന സ്പിരിറ്റ് ലോബിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കൊന്നും അറിയില്ല എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾക്ക് കൊല്ലം ജില്ലയിലെ പാർട്ടിയെ കുറിച്ച് മണ്ണാങ്കട്ടെ നിങ്ങൾക്ക് അറിയില്ല എന്നാണ് അർത്ഥം. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ഒരു മണ്ണാങ്കട്ടെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിയേണ്ട വിഷയം എന്താ അറിയോ? ഇവരെല്ലാവരും തന്നെ ആർഭാടപൂർണവും അതിന്റെ ഭാഗമായവരാവുന്ന ആഭിചാരങ്ങളും ചെയ്യുമ്പോൾ, ഈ ആഭിചാരങ്ങളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ഈ പ്രൊഫസറോട് ഞാൻ ഒരു ചെറിയ നിർദ്ദേശങ്ങളോട് ഞാൻ വെക്കുകയാണ്. ഏതാണ് കുറച്ചു മുൻപ് ഒരു ചെറിയൊരു ആത്മകഥ SP കാട്ടെ അധികാരി ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പുറത്തിറങ്ങിയിരിക്കുന്ന വളരെ ചെറിയ ഒരു പാംലെറ്റ് പോലത്തുണ്ടായിരിക്കുന്ന ഒരു ജീവരേഖയുണ്ട്. AB പ്രധാന്റെ ജീവരേഖയാണത്. ആ AB പ്രധാന ജീവരേഖക്കകത്ത് അവർ എഴുതി വെച്ചിട്ട് സംഭവം എന്താ പറയുക? മരിക്കുമ്പോൾ അയാളുടെ ഉച്ചത്ത് എന്താണെന്നറിയോ നിങ്ങൾ? അദ്ദേഹം ധരിക്കാറുണ്ട്, പുറത്തു പോകുമ്പോൾ ധരിക്കാറുണ്ടായിരിക്കുന്ന ഒരു കോട്ട്, ഒരു പാന്റ്, ഒരു ബാഗ്. ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് ഇതാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. CPM-ന്റെ മുൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയാക്കി നിർബന്ധ പ്രവർത്തി മരിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം? ഇട്ട ഷർട്ടും മുണ്ടും മാത്രമേ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നിങ്ങൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാരാക്കുന്ന കൊല്ലം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ ഓരോ ആളെ എടുത്തു നോക്ക്. ഓരോ ആളെ നിങ്ങൾ എടുത്തോ. നിങ്ങൾ
അവിടെ നിങ്ങളത് സഖാവ് NS കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന NS, ലോറി ഇടിച്ചിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്ന NS സഖാവ് PK ഗുരുദാസൻ ജീവിച്ചിരിക്കുന്നത് ഇപ്പോഴും. അതിനുശേഷം എണ്ണം പറഞ്ഞിരിക്കുന്ന ഒരു ജില്ലാ സെക്രട്ടറി നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയുമോ? കൊണ്ടുവന്നിട്ടുണ്ടോ അവിടെ? നിങ്ങൾ എന്നോടാണ് പറയുന്നത് നിലവിലുള്ള ജില്ലാ സെക്രട്ടറിക്ക് അത് ഏറ്റവും ഗൗരവമായിരിക്കുന്ന ആരോപണം ഉന്നയിച്ചത് ആരാ ഉന്നയിച്ചത്? അതും ഒരു പിന്നെ എൻജോയ് യൂണിയനകത്ത് വിട്ടിരിക്കുന്ന സ്ത്രീയല്ലേ അല്ലേ? തെണ്ടിത്തരം മാത്രമേ കയ്യിലുള്ളൂവെങ്കിലും ആള് വാരാമ ചെറ്റയാ അല്ലേ? ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തതിന്റെ പിന്നെ അവരെ ശല്യം ചെയ്തതിന്റെ പോലെ ഏറിയ കമ്പനി കൊടുക്കുന്ന പരാതിയുടെ കോപ്പി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. പക്ഷേ ലോകത്തോട് ഉണവിളിച്ചു പറയരുത്. എന്നും പറയരുത്. ലോകത്തോട് വിളിച്ചു പറയരുത്. ഏത് ജില്ലാ നാവിലുള്ളത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരുപടി പരാതികൾ വിവിധങ്ങൾ അയക്കുന്ന ഘടകങ്ങൾക്ക് ഉന്നയിച്ചു എന്ന് ഈ സ്ത്രീകൾ പറയുന്ന സംഭവമാണ്. ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പരാതികൾ ഒരിക്കലും തന്നെ ഉണ്ടായിട്ടാണെന്നറിയോ? അതിനകത്ത് ഒരിക്കലും തന്നെ മാന്യമായിരിക്കുന്ന ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഈ പരിഹാരം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ടില്ലല്ലോ. പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞോ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. പറഞ്ഞോ ഒരാൾക്ക് പറയാൻ. അതായത് നിങ്ങൾ ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് ആവില്ല, ഇത്രയും ആന്റി ഡെമോക്രാറ്റിക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുമാകുന്നത്? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് കുഴപ്പമില്ലാന്ന് സ്ഥാപിക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കും. കുഴപ്പമുണ്ട് എന്ന് സമർത്ഥിക്കാനല്ല എന്റെ പണി. ഞാൻ പറഞ്ഞത് പാർട്ടി ഇത്രമാത്രം അസംബന്ധമായ രീതിയിലേക്ക് വ്യതിചലിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞേ പിന്നെ CPIM പിന്നെ സേഫ് ഫോറം ഗ്രൂപ്പ് പിന്നെ MU എന്നല്ലേ? ആ MU എന്ന് പറഞ്ഞ പാർട്ടി ഏതായാലും യുണൈറ്റഡിന്റെ പാർട്ടി ഏതാ പാർട്ടി അത്? ആ പാർട്ടി എന്ന് പറഞ്ഞത് പിന്നെ VB ചെറിയാനും ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിയാണത്. നിങ്ങൾക്ക് അതിന് കിലോമീറ്റർ ദൂരത്തോടെ നടക്കാനുള്ള ബൗദ്ധികമായ സംഭാവന കിട്ടോ? അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ കേട്ടോ. ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയലാണ് ഇതിനകത്ത് കയറിയിട്ട്. VB ചെറിയാനോ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി, മുൻ പാർട്ടി സെക്രട്ടറി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞത് ഏതോ ഒരു ചൊറിയാൻ വിളിച്ചതാ. VB ചെറിയാൻ ന്യൂക്ലിയർ റിസർച്ച് നടത്തുമ്പോൾ എന്നറിയാം അതിന്റെ കിലോമീറ്റർ ദൂരത്താണ്. അതിന്റെ ഒരു പാരഗ്രാഫ് പോലും വായിച്ചാൽ മനസ്സിലാവില്ല സാർ. ഇപ്പോഴും നിങ്ങളുടെ കേരളത്തിൽ ചീഫ് മിനിസ്റ്റർക്ക് മനസ്സിലാവില്ല. ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് മനസ്സിലാവോ? നമ്മളെയാണല്ലോ മച്ചമ്പി. പാർട്ടിക്കകത്ത് കലാപം ചെയ്ത് പുറത്തു പോയിരിക്കുന്ന ഒരു മുഴുവൻ തന്നെ അധമന്മാരും മോശക്കാരുമാണ് ചിത്രീകരിക്കുന്ന ഇടപാടുണ്ടല്ലോ. ആ ഇടപാടെന്നറിയോ? ഒരു ബ്യൂറോക്രാറ്റിന്റെ ലക്ഷണമാണത്. ഈ ബ്യൂറോക്രാറ്റുകളും പാർട്ടിക്കാരും ചേർന്നുണ്ടാക്കിയ പുതിയ വർഗമാണ് ബിലോ അഞ്ചലാസ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂഗോസ്ലാവിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബിലോ അഞ്ചലാസിക്കുന്ന ന്യൂ ക്ലാസ്. ഈ ന്യൂ ക്ലാസ് ആണ് ഈ കേരളത്തിലെ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചത്. മനുഷ്യനെ പറ്റി ജീവിക്കാതെ ഇറങ്ങി പോടാ തെണ്ടി. പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. ആ നശിപ്പിച്ചതിന് അവരക്കാരനാണ്. അവരക്കാരൻ കേരള റെസ്ക്യൂ ആയിരിക്കുന്ന നിങ്ങളുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. ഇതാണ് എന്റെ പോയിന്റ്. കൗണ്ടറിയെ പറ്റി കൗണ്ടറി. പാർട്ടി മുടിഞ്ഞ് അതിന്റെ ആത്മനാശത്തിലേക്കുള്ള യാത്രയിൽ, അതിന്റെ ആത്മീയ യാത്രയിലേക്ക് നാശത്തിന്റെ യാത്രയും കൊണ്ടാകുന്ന സ്വാഭാവികമായ തവിട് ഒടിയലാണ്. ഈ തവിട് ഒടിയുണ്ടാക്കുന്ന യാത്രയുടെ ആരംഭം കുറിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഒറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ചേട്ടസ്ക്യൂവിന്റെ ഭാര്യയും എവിടെയാണുള്ളത് എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ജനം തൂക്കി എറിഞ്ഞതാണ്. ഈ എറിഞ്ഞവരെ കടലിൽ എറിഞ്ഞിട്ട് ആ 2 ബോഡിയും ഇന്നേ അവരെ കരതൊട്ടില്ല. മിസ്റ്റർ ജയരാജ്, ഇന്നേ അവരെ കരതൊട്ടില്ല. ഞാൻ പോകുന്നു. ബൈ.